നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവളൊന്നും എന്താ നിന്നോട് പറഞ്ഞേ? എന്തോടാ നീ അവളുടെ ചക്രവാക്കില് പിന്നെയും വീണുപോയോ? അത് ഈ ജന്മനി ഉണ്ടാവുന്നു ഏട്ടന് തോന്നുന്നുണ്ടോ? ഇനി എന്നെ കാണാൻ വരുതെന്ന് അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നന്നായിടാ മോനെ, നന്നായി, വളരെ നന്നായിട്ടുണ്ട്. നീ ഇപ്പോഴാണ് മാണിക്യമംഗലത്ത് ഹരിദാസായത്. ദേ, നിനക്കിനി ഒന്നും പേടിക്കാനില്ല. നിന്റെ കാര്യം ഞങ്ങളേറ്റടാ. ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ നിന്നെ ഞങ്ങള് പുറത്തിറക്കും. നീ ഒന്ന് പുറത്തിറങ്ങിട്ട് വേണം നമ്മളെ തോപ്പിക്കാൻ നോക്കിയവരോടൊക്കെ നമുക്ക് ഒന്നിച്ചെന്ന് പ്രതികാരം ചെയ്യാൻ. പക്ഷെ നിന്റെ ഈ വീറും വാശിയൊക്കെ എന്നും ഇങ്ങനെ ഉണ്ടാവണം. അവൾ ഇനിയും വരും, പല പല നമ്പർ ഇറക്കിയോണ്ട്. വീഴരുത്. പൊതു ശത്രുവായി പ്രഖ്യാപിച്ചവളെ എന്നും അങ്ങനെ തന്നെ വേണം കരുതാൻ. എനിക്കറിയാട്ടാ, ഞാൻ ഒന്നും മറന്നിട്ടില്ല, മറക്കേയില്ല. എന്ത് വില കൊടുത്തും അടുത്ത ആഴ്ച ഞാൻ ഹരിയെ ജാമ്യത്തിലെടുക്കും. അതുവരെ ഹരി ആരോടും ഒന്നും സംസാരിക്കരുത്. അവൻ പറഞ്ഞത് കേട്ടില്ലേ വക്കീല്? ഇനി അവള് വന്നാലും അവളെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കൂല. ജനനി തന്നെ വരണമെന്നില്ലല്ലോ, അവളുടെ വക്കീല് വന്നാലും മതിയല്ലോ. നമ്മളെ അല്ലാതെ ഇവൻ ഇനി വേറെ ആരെയും കാണില്ല. എന്താ പോരെ? മതി, എനിക്ക് ആ ഉറപ്പ് കിട്ടിയാ മതി. ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് വിട്ടേക്ക്. ജാമ്യം മാത്രമല്ല, ഈ കേസിൽ നിന്ന് ഹരിയെ ഞാൻ പൂർണ്ണമായിട്ട് മോചിപ്പിച്ച് തന്നിരിക്കും. കേട്ടില്ലടാ മോനെ വക്കീല് പറയുന്നു. ഇനി നീ ഒരുത്തനെയും പേടിക്കണ്ട. ഇനിയാടാ മോനെ നീ ജയിച്ചു തുടങ്ങാൻ പോകുന്നത്. നിനക്ക് ഞങ്ങളുണ്ടടാ, നിന്റെ ഏട്ടന്മാരുണ്ടടാ. സുഖമില്ല മോളെ? നീ ഇപ്പൊ എവിടെയാ? തിരുവനന്തപുരത്താ? അല്ല, ഇവിടെ കലവൂരിലൊരു ഹോസ്റ്റലാ. അതെന്താ? അപ്പൊ അച്ഛനോ? അച്ഛനോട് പിണങ്ങി പിരിഞ്ഞു പോയി. അയ്യോ, അതെന്താ പറ്റി? ഹരി ഒഴിവാക്കാൻ ഞാൻ തയ്യാറാവാത്തോണ്ട്. പക്ഷെ ഹരിയും ഇപ്പൊ എന്നെ ഒഴിവാക്കി. നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നേ? സത്യ ചേച്ചി, ഞാൻ ഹരിയെ സബ് ജയിലിൽ പോയി കണ്ടിട്ടാ വരുന്നത്. ഇനി ഒരിക്കലും കാണാൻ ഇടവരരുതെന്നാ ഹരി പറഞ്ഞിരിക്കുന്നത്. അതിന് നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? നിനക്ക് വേണ്ടിയല്ലേ അവൻ? ആർക്ക് വേണ്ടി ആരൊക്കെയുണ്ടെന്ന് ആർക്കറിയാം ചേച്ചി. നീ എന്തെങ്കിലും ഒന്ന് തെളിച്ചു പറ. എന്താ ശരിക്കും നിങ്ങൾക്കിടയിൽ സംഭവിച്ചത്? അതാ ഞാനും അന്വേഷിക്കുന്നത്. ഒന്നു മാത്രം എനിക്കറിയാം, ഹരി ഇപ്പോ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എന്നെയാ. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ മോളെ. അങ്ങനെയാണെങ്കിൽ പിന്നെ നിരപരാധിയായ അവൻ എന്തിനാ നിനക്ക് വേണ്ടി ജയിലിൽ പോയത്? ആരാണ് അപരാധി, ആരാണ് നിരപരാധി എന്നൊക്കെ കാലം തീരുമാനിക്കട്ടെ ചേച്ചി. നീ എന്താ ജന്നി ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാനല്ല പറഞ്ഞത്, എന്റെ അനുഭവങ്ങളാ. എന്തനുഭവങ്ങൾ? നിങ്ങൾക്കിടയിൽ ശരിക്കും എന്താ സംഭവിച്ചത്? ഞങ്ങളോട് നിനക്ക് തുറന്നു പറഞ്ഞൂടെ? സംഭവിക്കാൻ പാടില്ലാത്തത് പലതും.
പക്ഷെ അത് പുറത്തു പറയാൻ സമയമായിട്ടില്ല. നീ വെറുതെ ഞങ്ങളെ കൂടെ ഭ്രാന്തി പിടിപ്പിക്കല ജന്മി. സംഭവിച്ചത് എന്ത് തന്നെയായാലും നിനക്ക് ഞങ്ങളോട് പറഞ്ഞൂടെ? ആരും വിശ്വസിക്കാത്ത കാര്യങ്ങളാ. ഞങ്ങള് വിശ്വസിക്കും. അത് ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ തുറന്നു പറയാൻ സമയമായിട്ടില്ല. എനിക്കിപ്പോഴും ഹരിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. ആ ട്രാപ്പിൽ നിന്നും ഹരി മടങ്ങി വരും. എന്റെ പ്രാർത്ഥനകളൊന്നും വെറുതെ ആവില്ല. ഏത് ട്രാപ്പിൽ നിന്ന്? ആരെ അവനെ ട്രാപ്പ് ചെയ്തത്? മാണിക്യമംഗലത്തെ ആൺവർഗം. ഒരിക്കലും അസ്തമിക്കാത്ത അവരുടെ ഈഗോ. ജയിൽ മുറ്റത്ത് വെച്ച് ഞാൻ മാണിക്യമംഗലത്തെ അജയ് ഘോഷിനെ കണ്ടിട്ടാ വരുന്നത്. അവനെന്താ അവിടെ? ഇപ്പൊ അയാൾക്ക് മാത്രമേ ഇവിടെ കാര്യമുള്ളൂ. അയാൾ പറയുന്നത് മാത്രമേ ഹരി ഇപ്പൊ കേൾക്കൂ. എന്താന്ന് വെച്ചാ നീ തെളിച്ചു പറ. സ്ഥലത്തില്ലെങ്കിലും കാശിയിലിരുന്നുകൊണ്ട് ഇപ്പോഴും കഥ നിയന്ത്രിക്കുന്നത് വിശ്വേട്ടന. അജയ് ഘോഷ് വിശ്വേട്ടന്റെ ആയുധം മാത്ര. അയാള് വന്നത് വക്കീലിനെയും കൊണ്ടാ. എനിക്കെതിരെ ബാധിക്കാൻ, ഹരിയെ എന്നിൽ നിന്ന് അകറ്റാൻ, ജാമ്യത്തിലിറക്കി സ്വന്തമാക്കാൻ. ആകട്ടെ, അത് നല്ല കാര്യമല്ലേ? എന്ത് നല്ല കാര്യം? ആ വൃത്തികെട്ട അജയന്റെ കൂടെ കൂടുന്നതിലും ഭേദം ഹരിയെ കോടതി തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നതാ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ല. ഹരിയെ കൂടെ നിർത്താനും ഇവളെ ഒറ്റപ്പെടുത്താനും വിശ്വേട്ടൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തകർക്കാനല്ലേ നമ്മൾ ഇവിടെ ഉള്ളത്? ഇത്രയും കാലം നമ്മൾ അതിന് ശ്രമിച്ചിട്ട് കഴിഞ്ഞോ ചേച്ചി? മാണിക്യമംഗലത്തെ രണ്ടാമത്തെ മരുമകൾ നന്ദിത തന്നെയാണോ ഇത് പറയുന്നത്? എവിടെ പോയി നിന്റെ പോരാട്ട വീര്യമൊക്കെ? വീര്യമൊന്നും പോയിട്ടില്ല. പക്ഷേ അത് പ്രയോഗിക്കാനുള്ള സാഹചര്യം ഇപ്പൊ ഇവിടെ ഇല്ലെന്നാ പറഞ്ഞത്. സാഹചര്യം ഉണ്ടാക്കുന്നത് നമ്മളല്ലേ? നമ്മൾ 3 പേര് ഒരുമിച്ച് നിന്നാ അതിന് പഞ്ഞും ഉണ്ടാവില്ല. 3 പേരല്ല, നമ്മൾ 4 പേരായിരുന്നു. നാളെ അത് ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. എനിക്ക് വിശ്വാസമില്ല ചേച്ചി. മൈഥിലി നമ്മളിൽ നിന്നും ഒരുപാട് ദൂരെയായിപ്പോ. കണ്ടില്ലേ, ഇത്രയും കാലം കൂടി ഇവളെ കണ്ടിട്ട് ഒരു വാക്കും മിണ്ടാൻ അവള് തയ്യാറായോ? ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കാതെ വെട്ടിത്തിരിഞ്ഞു പോയത് കണ്ടില്ലേ? ഇവളിപ്പ വന്നു കയറിയതല്ലേ ഉള്ളൂ. ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്ന നമ്മളോട് വഴക്കുണ്ടാക്കാനല്ലാതെ അവള് മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് എത്ര കാലമായി? അപ്പൊ പിന്നെ ഈ സ്വീകരണം തന്നെ ഇവക്ക് കിട്ടിയത് മഹാഭാഗ്യം. മൈഥിലിക്ക് നല്ല മാറ്റമുണ്ട്. നീ പറഞ്ഞ പോലെ നമ്മൾ 3 പേര് ഒരുമിച്ച് നിന്നാ 4ാമത്തെ ആൾക്ക് മാറി നിൽക്കാൻ പറ്റില്ല നന്ദിതേ. ഇന്നല്ലെങ്കിൽ നാളെ അവൾ നമ്മുടെ കൂടെ തന്നെ വരും. നമുക്ക് നോക്കാം. നോക്കാനൊന്നുമില്ല. നമ്മളിപ്പോ ഒരുമിച്ച് പോയി ഹോസ്റ്റലിൽ നിന്ന് ഇവളുടെ റൂം വെക്കേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നീ ഇന്ന് മുതല് ഇവിടെ ഞങ്ങളുടെ കൂടെ താമസിക്കുന്നത്. അത് വേണ്ട ചേച്ചി. അതെന്താ? അജയനെന്ന് പറഞ്ഞ ആഭാസിനെ ഭയന്നിട്ടാണോ? ഒരിക്കലുമല്ല. അയാളെന്നല്ല, എനിക്ക് ആരെയും ഭയമില്ല. അത്രയ്ക്ക് അനുഭവിച്ചു കഴിഞ്ഞു ഞാൻ. ഇനിയിപ്പോ ഹിമാലയ പർവ്വതം ഇളകി വന്നാലും നേരിടാൻ ഞാൻ ഒരുക്ക. പിന്നെന്താ പ്രശ്നം? ഞാൻ പറഞ്ഞില്ലേ, ഹരിയുടെ കാര്യത്തില് എനിക്കിപ്പോഴും പ്രതീക്ഷയുണ്ട്. ഞാനിവിടെ നിന്ന് കേസിന്റെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്താൽ എന്റെ മൂമെന്റ്സ് ഒക്കെ അയാൾ പെട്ടെന്ന് മനസ്സിലാക്കും. അവിടെ ഹോസ്റ്റലിലാവുമ്പോ ഞാൻ സർവ്വസ്വതന്ത്രയും. തൽക്കാലം ഞാൻ അവിടെ തന്നെ നിൽക്കുന്നതാണ് സേഫ്. എന്നാ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ. പക്ഷേ
നിന്റെ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തിയാക്കിയ നീ ഇവിടേക്ക് തന്നെ മടങ്ങി വരണം. സംശയം എന്താ? എന്റെ കൂടെ പിറപ്പുകളെ വിട്ട് ഞാൻ എങ്ങോട്ട് പോകാനാ?